ഇപ്രാവശ്യത്തെ ഫാൻ ഡയറിക്ക് ഒരു ഇൻട്രോയും ആവശ്യമില്ല. ഒറ്റ പേരിലേക്ക് എല്ലാം ചുരുങ്ങുകയും ഒതുങ്ങുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു വിശേഷണവും വേണ്ട. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ സംഭാവനകൾ നൽകിയ പേര് പാർത്ഥസാരഥി ശ്രീനിവാസൻ എന്ന കമൽ ഹാസൻ. ഫാൻ ഡയറിയുടെ ഈ താൾ അദ്ദേഹത്തെക്കുറിച്ചാണ്, ഉലക നായകൻ കമലിനെക്കുറിച്ച്. സ്വാഗതം ഫാൻ ഡയറിയിലേക്ക്. 6 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ സിനിമയുടെ അഭിവാജ്യ ഘടകമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. അതായത് ഇത്രയും വർഷം സജീവമായി സിനിമയിൽ നിൽക്കുന്ന മറ്റൊരു അഭിനേതാവില്ല. ഭാഷയ്ക്കതീതമായി ഇന്ത്യൻ സിനിമയിലെ മികച്ച നടന്മാരിലൊരാളായി കമലിനെ അംഗീകരിക്കുന്നവരാണ് എല്ലാവരും. തിരക്കഥാകൃത്ത്, അഭിനേതാവ്, സംവിധായകൻ, ഗായകൻ, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ്, ഡാൻസ് കൊറിയോഗ്രാഫർ, അങ്ങനെ സിനിമയുടെ സർവ്വ മേഖലയിലും കഴിവ് തെളിയിച്ചയാളുടെ പേരുകൂടിയാണ് കമൽ ഹാസൻ എന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സകല കലാവല്ലഭൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത്. 4 ദേശീയ അവാർഡുകൾ, തമിഴ്നാട് സർക്കാരിൻ്റെ 9 അവാർഡുകൾ, 4 നന്ദി അവാർഡ്, 2 രാഷ്ട്രപതി അവാർഡ്, 18 ഫിലിം ഫെയർ അവാർഡുകൾ. ഒടുവിൽ ഇനി തനിക്ക് അവാർഡ് നൽകരുതെന്ന് പറഞ്ഞ് അദ്ദേഹം ഫിലിം ഫെയറിന് കത്തെഴുതുക വരെ ചെയ്തു. കലാസാഹിത്യ രംഗത്തെ മികവിന് തമിഴ്നാട് സർക്കാർ നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയായ കലൈമാമണി 1984 തന്നെ ലഭിച്ചു. 1990 പത്മശ്രീ, 2014 പത്മഭൂഷൺ, 2016 ഷവലിയാർ. സത്യഭാമ സർവകലാശാല അദ്ദേഹത്തെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. അങ്ങനെ 6 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിൽ കമൽഹാസൻ നേടാത്ത പുരസ്കാരങ്ങളില്ല. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള അക്കാഡമി അവാർഡിനുള്ള മത്സരത്തിൽ ഇന്ത്യയിൽ നിന്ന് കമലിൻ്റെ ചിത്രങ്ങളായിരുന്നു പലപ്പോഴും അയച്ചിരുന്നത്. തമിഴിന് പുറമെ തെലുങ്ക്, മലയാളം, ഹിന്ദി, കന്നഡ, ബംഗാളി സിനിമകളിലും അദ്ദേഹം നിരന്തരം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. 1988 മുതൽ 1998 വരെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ താരമായിരുന്നു കമൽ. 94 ഒരു സിനിമയ്ക്ക് 1 കോടി രൂപ പ്രതിഫലം വാങ്ങിയ ആദ്യ ഇന്ത്യൻ നടനായി അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചു. തൻ്റെ എല്ലാ ഫാൻസ് ക്ലബ്ബുകളെയും ചാരിറ്റബിൾ ഓർഗനൈസേഷനുകളാക്കി മാറ്റിയ ആദ്യ വ്യക്തി കൂടിയായിരുന്നു കമൽ. പിന്നീട് 2018 മക്കൾ നീതിമയം എന്ന രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടാക്കി. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ പരമക്കുടി ഗ്രാമത്തിൽ ബി ശ്രീനിവാസൻ്റെയും രാജലക്ഷ്മിയുടെയും മകനായി കമൽഹാസൻ ജനിച്ചത്. അയ്യങ്കാർ ബ്രാഹ്മണ കുടുംബമായിരുന്ന ശ്രീനിവാസൻ്റെ 4 മക്കളിൽ ഇളയവനായിരുന്നു കമൽ. മറ്റുള്ളവർ ചാരുഹാസൻ, ചന്ദ്രഹാസൻ, നളിനി രഘു. ക്രിമിനൽ അഭിഭാഷകനായ ശ്രീനിവാസൻ മക്കളുടെ കാര്യത്തിൽ അതീവ കണിശക്കാരനായിരുന്നു. അവരുടെ പഠനകാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ നിർബന്ധമുണ്ടായിരുന്നു. ശ്രീനിവാസൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ളയാളാണ്. ആ സമയത്ത് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് യാക്കൂബ് ഹാസനോടുള്ള ആത്മബന്ധം മുൻനിർത്തിയാണ് ശ്രീനിവാസൻ മക്കളുടെ പേരിനൊപ്പം ഹാസൻ എന്ന് ചേർത്തത് എന്ന് ഒരു കഥ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇത് മാധ്യമങ്ങൾ ആഘോഷിച്ച കഥ മാത്രമാണെന്നും തൻ്റെ പിതാവിന് അങ്ങനെയൊരു ആഗ്രഹം ഉണ്ടായിരിക്കാമെന്നും പക്ഷേ പേരിൻ്റെ കൂടെയുള്ള ഹാസൻ എന്നത് ഹാസ്യ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഉണ്ടായതാണെന്നും കമൽ പിന്നീട് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കമൽ തൻ്റെ നാട്ടിൽ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിച്ചെങ്കിലും പിന്നീട് ചെന്നൈയിലേക്ക് മാറി. മൂത്ത 2 സഹോദരന്മാരായ ചാരുവും ചന്ദ്രനും പിതാവിൻ്റെ മാതൃക പിന്തുടർന്ന് നിയമം പഠിച്ച് അഭിഭാഷകരായി. പഠനത്തിലെ ശ്രദ്ധയ്ക്കപ്പുറം മറ്റു കഴിവുകൾ കൂടുതലുള്ള കുട്ടിയായിരുന്നു കമൽ. ചെറുപ്പം മുതൽ നൃത്തത്തോടായിരുന്നു അവൻ്റെ താല്പര്യം. രാജലക്ഷ്മിക്ക് കമൽ ജനിക്കുമ്പോൾ മൂത്ത മകൻ ചാരുഹാസന് 23 വയസ്സുണ്ട്. ചാരുഹാസനും പിന്നീട് സിനിമയിൽ സജീവമായി ദേശീയ അവാർഡ് വരെ നേടി. ചാരുഹാസൻ്റെ മകളാണ് തെന്നിന്ത്യയിൽ നിന്നും താരമായി മാറിയ സുഹാസിനി. കമലിന് ഏറ്റവും അടുപ്പം തൻ്റെ നേരെ ജ്യേഷ്ഠനായ ചന്ദ്രഹാസനുമായിട്ടായിരുന്നു. കമലിൻ്റെ നിരവധി സിനിമകളുടെ നിർമ്മാതാവായും കമൽഹാസൻ്റെ ഹോം പ്രൊഡക്ഷൻ കമ്പനിയായ രാജ് കമൽ ഇൻ്റർനാഷണലിൻ്റെ എക്സിക്യൂട്ടീവായും ചന്ദ്രഹാസൻ പ്രവർത്തിച്ചിട്ടുണ്ട്. കമലിന് നൃത്തത്തോട് കൂടുതൽ അഭിനിവേശം ഉണ്ടാകുന്നത് സഹോദരി നളിനി രഘുവിലൂടെയാണ്. അവർ പിന്നീട് ഒരു നൃത്താധ്യാപികയായി മാറുകയും ചെയ്തു. 1960 കളത്തൂർ കണ്ണമ്മ എന്ന തമിഴ് സിനിമയിൽ തൻ്റെ 6ാം വയസ്സിൽ ബാലതാരമായാണ് കമൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ഭീം സിംഗ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലൂടെ അരങ്ങേറ്റത്തിൽ തന്നെ മികച്ച ബാലനടനുള്ള ദേശീയ അവാർഡ് നേടിയാണ് തൻ്റെ സിനിമാ പ്രവേശനം കമൽ ഗംഭീരമാക്കിയത്. ചെന്നൈയിലെ സാന്തോമിലുള്ള കോൺവെൻറ്റ് സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്ന കമലിൻ്റെ സിനിമാ പ്രവേശനം തികച്ചും യാദൃശ്ചികമായിട്ടായിരുന്നു. ജമിനി ഗണേശൻ നായകനായി എത്തിയ ചിത്രത്തിൽ സെൽവം എന്ന 6 വയസ്സുകാരനായി ആദ്യം തീരുമാനിച്ചത് അന്നത്തെ പ്രശസ്ത ബാലതാരം ഡെയ്സി ഇറാനിയെയാണ്. എന്നാൽ AVM നിർമ്മാണ കമ്പനിയുടെ ഉടമ ചെട്ടിയാർ ആകർഷിച്ചത് മൂക്കത്ത് കുറുമ്പുള്ള മറ്റൊരു 6 വയസ്സുകാരനെയായിരുന്നു. ആ കഥ ഇങ്ങനെയാണ്. 50കളിൽ നിരവധി ചിത്രങ്ങൾ തമിഴ് സിനിമയ്ക്ക് സംഭാവന ചെയ്തവരാണ് AVMഉം ചെട്ടിയാരും. ചെട്ടിയാരുടെ മക്കളായ ശരവണൻ, കുമാരൻ, മുരുകൻ എന്നിവർ ഒരു സിനിമ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തു. നോ ബഡീസ് ചൈൽഡ് എന്ന ചൈനീസ് ചിത്രത്തിൽ നിന്നും കടം കൊണ്ട ഒരു കഥയാണ് സിനിമയാക്കാൻ തീരുമാനിച്ചത്. ഒരു ദിവസം ചെട്ടിയാരുടെ ഫാമിലി ഡോക്ടർ സാറ രാമചന്ദ്രൻ ഒരു 6 വയസ്സുകാരൻ്റെ കൈപിടിച്ച് ചെട്ടിയാരുടെ വീട്ടിലെത്തി. മറ്റു കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ കമലിൻ്റെ കാര്യം സാറ മറന്നു. തന്നെ ഡോക്ടർ അവർക്ക് പരിചയപ്പെടുത്താൻ വൈകിയപ്പോൾ തന്നെ അവൻ കുറുമ്പോടെ കോപത്തോടെ ഒരു മൂലയിലിരുന്നു. അത് കണ്ട ശരവണനും അമ്മ രാജേശ്വരിക്കും അവൻ്റെ കുറുമ്പ് ഇഷ്ടമായി. ഉടനെ തന്നെ ശരവണൻ പിതാവിൻ്റെ അടുത്തേക്ക് കുഞ്ഞു കമലിനെ കൊണ്ടുപോയി. ചെറിയ ചിരിയോടെ ചെട്ടിയാർ അവനോട് ചോദിച്ചു,
നീ അഭിനയിക്കുമെന്ന് സാറ പറഞ്ഞല്ലോ, ഞാനൊന്ന് കാണട്ടെ. അത് കേട്ടപാടെ കൊച്ചു കമൽ MGR ആയി മാറി. ചെട്ടിയാർക്ക് മുന്നിൽ തകർത്താടി. അവിടെ ചെട്ടിയാർ ഒരു തീരുമാനമെടുത്തു. ശരവണനെ വിളിച്ച് കളത്തൂർ കണ്ണമ്മയിൽ ഇവൻ മതിയെന്ന് പറഞ്ഞു. ആദ്യം അത് കേട്ടപ്പോൾ ആർക്കും അംഗീകരിക്കാനായില്ല. ചെട്ടിയാരുടെ വാക്ക് ധിക്കരിക്കാനാവാതെ അവർ കുഴങ്ങി. അങ്ങനെ ആ 6 വയസ്സുകാരൻ സിനിമയിലെത്തി. അവൻ്റെ പ്രകടനം സെറ്റിലുള്ളവരെ അത്ഭുതപ്പെടുത്തി. ആദ്യ വരവിൽ തന്നെ പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് മെഡലും വാങ്ങി ആ കൊച്ചുമിടുക്കൻ. ചെട്ടിയാരുടെ കണ്ടെത്തൽ തെറ്റിയിട്ടില്ലെന്ന് പിന്നീട് കാലം തെളിയിച്ചു. തുടർന്ന് 63 വരെയുള്ള 3 വർഷത്തിനുള്ളിൽ കണ്ണും കരളും എന്ന ഒരു മലയാള ചലച്ചിത്രം ഉൾപ്പെടെ 5 ചിത്രങ്ങളിൽ കമൽ ബാലതാരമായി അഭിനയിച്ചു. ഇതിനുശേഷം പഠനത്തിൽ ശ്രദ്ധ കൊടുക്കാനായി അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നു. TK ഷൺമുഖത്തിൻ്റെ നാടക കമ്പനിയായിരുന്ന TKS നാടകസഭയിലെ അനുഭവങ്ങളാണ് കമലിലെ നടനെ പരുവപ്പെടുത്തിയെടുത്തത്. അഭിനയത്തിനപ്പുറം തൻ്റെ രണ്ടാം വരവിൽ ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കാനാണ് കമൽ ആഗ്രഹിച്ചത്. 7 വർഷത്തിന് ശേഷം സഹസംവിധായകൻ്റെ കുപ്പായത്തിൽ തമിഴ് സിനിമയിലേക്കുള്ള റീ എൻട്രി. സഹസംവിധായകനായിരുന്ന അണ്ണൈ വേളാങ്കണ്ണി എന്ന ചിത്രത്തിലും ഒരു സഹനടൻ്റെ വേഷം കമൽ ചെയ്തു. 73-ൽ K. ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത അരങ്ങേറ്റം എന്ന ചിത്രത്തിലെ പ്രകടനമാണ് കമലിനെ തമിഴ് സിനിമാ പ്രേക്ഷകർ കൂടുതൽ ശ്രദ്ധിക്കാൻ കാരണമായത്. തൊട്ടടുത്ത വർഷം കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും നായകനായി അരങ്ങേറ്റം കുറിച്ചു. അതിലൂടെ ആദ്യ ഫിലിം ഫെയർ അവാർഡും കമലിന് തേടിയെത്തി. K. ബാലചന്ദ്രൻ്റെ സംവിധാനത്തിൽ 1975-ൽ പുറത്തിറങ്ങിയ അപൂർവ രാഗങ്ങൾ ഇന്ത്യൻ സിനിമയുടെ ഒരു നാഴികക്കല്ലായിരുന്നു. ആ ചിത്രം പറഞ്ഞ കഥ കൊണ്ടും ശ്രദ്ധ നേടി. കമലിൻ്റെ പ്രകടനത്തിനൊപ്പം മറ്റൊരു പ്രത്യേകത കൂടി ആ സിനിമക്കുണ്ടായിരുന്നു. ശിവാജി റാവു എന്ന രജനീകാന്തിൻ്റെ അരങ്ങേറ്റ ചിത്രമായിരുന്നു അത്. അതിലെ പ്രകടനത്തിന് കമലിന് വീണ്ടും ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചു. കമലിൻ്റെ തുടക്കകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകനായിരുന്നു ബാലചന്ദർ. 70കളുടെ അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ മികച്ച ചിത്രങ്ങളിലെല്ലാം നായകനായിരുന്നു കമൽ. മന്മഥലീല, അനുരാഗം എന്നിവയെല്ലാം അക്കാലത്ത് ജനപ്രീതി നേടിയ ചിത്രങ്ങളായിരുന്നു. 1979-ൽ രജനീകാന്തും കമലും ശ്രീദേവിയും ഒരുമിച്ച് അഭിനയിച്ച 16 വയതിലെ പുറത്തിറങ്ങിയതോടെ കമൽ ശരിക്കും ബോക്സ് ഓഫീസ് കീഴടക്കുന്ന നടനായി മാറി. ഈ കാലയളവിൽ ധാരാളം തെലുങ്ക് സിനിമകളിലും കമൽഹാസൻ അഭിനയിച്ചു. ഇരട്ട വേഷത്തിൽ അഭിനയിച്ച സമ്മോ കോദിതി, സോഗോ കാദിതി, നീയ, കല്യാണരാമൻ എന്നിവ അക്കാലത്തെ മികച്ച ചിത്രങ്ങളായിരുന്നു. തുടർച്ചയായി 6 ഫിലിം ഫെയർ അവാർഡുകൾ ലഭിക്കുന്നതും ഇക്കാലത്താണ്. അതിനകം തന്നെ തെന്നിന്ത്യയിൽ ഒരു മികച്ച അഭിനേതാവ് എന്ന് പേരെടുത്തിരുന്നു കമൽഹാസൻ. മാരോ ചരിത്രയുടെ ഹിന്ദി പുനർനിർമ്മാണത്തിലൂടെ ഹിന്ദി സിനിമയിലും അദ്ദേഹം അരങ്ങേറി. 80കളുടെ തുടക്കത്തിൽ കമൽ തൻ്റെ 100ാം ചിത്രം പൂർത്തിയാക്കി. രാജാ പാർവയിലൂടെ താരം നിർമ്മാതാവുമായി. പക്ഷേ ചിത്രം സാമ്പത്തികമായി പരാജയപ്പെട്ടെങ്കിലും കമലിനെ തേടി വീണ്ടും ഫിലിം ഫെയർ അവാർഡ് എത്തി. തൊട്ടടുത്ത വർഷം മികച്ച നടനുള്ള ദേശീയ അവാർഡും. ബാലു മഹേന്ദ്രയുടെ സംവിധാനത്തിലൊരുങ്ങിയ 3-ാം പിറ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനായിരുന്നു അത്. 1986-ൽ K. വിശ്വനാഥൻ സംവിധാനം ചെയ്ത സ്വാതി മുത്യം എന്ന തെലുങ്ക് സിനിമയിൽ പഠനവൈകല്യമുള്ള ഒരു സാധാരണക്കാരനായാണ് കമൽ അഭിനയിച്ചത്. ഈ സിനിമ അക്കാദമി അവാർഡുകളിലേക്കുള്ള 1986-ലെ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിരുന്നു. ആന്ധ്രാപ്രദേശിൽ വൻ സ്വീകരണമാണ് ഈ ചിത്രത്തിന് ലഭിച്ചത്. പിന്നീട് കമൽഹാസൻ്റെ ഒട്ടുമിക്ക തമിഴ് സിനിമകളും തെലുങ്കിലേക്ക് മൊഴിമാറ്റം നടത്തപ്പെട്ടു. പിന്നീട് വന്ന പുന്നഗൈ മന്നൻ, വെട്രിവിഴ എന്നീ ചിത്രങ്ങളെല്ലാം വൻ വിജയങ്ങളായിരുന്നു. കമൽ നടൻ്റെ അഭിനയസിദ്ധി എന്താണെന്നത് പൂർണ്ണമായും മനസ്സിലാക്കാൻ പ്രേക്ഷകരെ സഹായിച്ചത് മണിരത്നത്തിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നായകനായിരുന്നു. ചിത്രത്തിലെ പ്രകടനത്തിന് താരത്തെ തേടി 2ാമത്തെ ദേശീയ അവാർഡും എത്തി. 1987-ൽ നായകൻ എന്ന സിനിമയും അക്കാദമി അവാർഡിന് വേണ്ടി പരിഗണിക്കപ്പെട്ടു. കൂടാതെ ടൈം മാഗസിൻ്റെ എക്കാലത്തെയും മികച്ച 100 സിനിമകൾ എന്ന പട്ടികയിലും നായകൻ ഇടം പിടിച്ചു. 1988-ൽ പുഷ്പകവിമാനം എന്ന നിശബ്ദ ചിത്രം, 89-ൽ 3 വേഷങ്ങളിലെത്തിയ അപൂർവ സഹോദരങ്ങൾ, മലയാളത്തിൽ ചാണക്യനിലൂടെ വമ്പൻ ഹിറ്റ്. അങ്ങനെ ആ പതിറ്റാണ്ട് തനിക്ക് അനുകൂലമാക്കി മാറ്റിയാണ് കമൽ 90ലേക്ക് കടന്നത്. 70 മുതൽ 90 വരെയുള്ള 20 വർഷത്തിനുള്ളിൽ 200-നടുത്ത് സിനിമകളിലാണ് വിവിധ ഭാഷകളിലായി കമൽ അഭിനയിച്ചത്. 90കളിൽ കമൽ പതുക്കെ ഹാസ്യ റോളുകൾ കൂടുതൽ ചെയ്യാൻ തുടങ്ങി. സിനിമയുടെ എണ്ണവും കുറഞ്ഞു. പിന്നെയുള്ള 20 വർഷം താരം ആകെ അഭിനയിച്ചത് വെറും 35 ചിത്രങ്ങളിലായിരുന്നു. 90 മുതൽ 2000 വരെയുള്ള ആ പതിറ്റാണ്ടിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു. കമലിൻ്റെ ഫിലിമോഗ്രാഫിയിലെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ പുറത്തിറങ്ങിയത് ആ കാലയളവിനുള്ളിലായിരുന്നു. ഗുണയും, നമ്മവറും, തേവർ മകനും, മഹാനദിയും, സതീ ലീലാവതിയും, അവ്വേ ഷൺമുഖിലൂടെയെല്ലാം കമൽ പ്രേക്ഷക ഹൃദയം കീഴടക്കി. തേവർ മകൻ അക്കൊല്ലത്തെ അക്കാദമി അവാർഡിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക ചിത്രമായിരുന്നു. 96-ൽ സംഭവിച്ച മറ്റൊരു അത്ഭുതമാണ് ഇന്ത്യൻ. കമൽ ഇരട്ടവേഷത്തിലെത്തിയ ചിത്രം നിരൂപക ശ്രദ്ധയോടൊപ്പം തമിഴ്നാട്ടിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറി. ഭാഷ എന്ന ചിത്രത്തിൻ്റെ റെക്കോർഡ് മറികടന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ തമിഴ് ചിത്രം എന്ന ബഹുമതിയും ഇന്ത്യൻ സ്വന്തമാക്കി. 3 വർഷങ്ങൾക്ക് ശേഷം പടയപ്പ എന്ന ചിത്രം പുറത്തിറങ്ങുന്നതുവരെ ഈ റെക്കോർഡ് ഇന്ത്യൻ്റെ പേരിലായിരുന്നു. ഇതിനുശേഷമാണ് അവ്വേ ഷൺമുഖിയുടെ ഹിന്ദി പതിപ്പായ ചാച്ചി 420-മായി കമൽ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് കമൽ സംവിധായക കുപ്പായം അണിയുന്നത് ഹിന്ദി, തമിഴ് ഭാഷകളിലായി 2000-ൽ പുറത്തിറങ്ങിയ ഹേ റാമിലൂടെയായിരുന്നു. സംവിധാനത്തിനൊപ്പം ചിത്രത്തിൻ്റെ തിരക്കഥയും നിർമ്മാണവും അദ്ദേഹം തന്നെയായിരുന്നു. വിവാദങ്ങൾക്കും എതിർപ്പുകൾക്കുമിടയിൽ A സർട്ടിഫിക്കറ്റോടെ റിലീസ് ചെയ്തെങ്കിലും ചിത്രം സാമ്പത്തികമായി പരാജയപ്പെട്ടു. പക്ഷേ ദേശീയ പുരസ്കാരങ്ങളടക്കം ചിത്രത്തെ തേടിയെത്തി. പിന്നീട് വീരുമാണ്ടിയും വിശ്വരൂപം 2 ഭാഗങ്ങളുമായി കമൽ വീണ്ടും സംവിധായകനായി.
സംവിധാനം കൂടാതെ സിനിമയുടെ മറ്റു മേഖലകളിലും കമൽഹാസൻ അതിനകം തന്നെ കൈവച്ചിരുന്നു. രാജാ പാർവൈ, അപൂർവ സഹോദരങ്ങൾ, മൈക്കിൾ മദന കാമരാജൻ, തേവർ മകൻ തുടങ്ങി വിവിധ ചിത്രങ്ങൾക്ക് അദ്ദേഹം കഥയൊരുക്കി. രാജ് കമൽ ഇൻ്റർനാഷണൽ എന്ന പേരിൽ സിനിമാ നിർമ്മാണ കമ്പനിയും സ്വന്തമായി സ്ഥാപിച്ചു. ഹേ റാം ഒരു വിജയമായിരുന്നെങ്കിൽ താൻ മുഴുവൻ സമയ സംവിധാനത്തിലേക്ക് തിരിഞ്ഞേനെയെന്ന് കമൽഹാസൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ചില ചിത്രങ്ങൾക്ക് വേണ്ടി ഗാനരചനയും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ഏതാണ്ട് 70ഓളം ഗാനങ്ങൾ പല ഭാഷകളിലായി കമൽ പാടിയിട്ടുമുണ്ട്. 2000-ന് ശേഷം കമലിൻ്റെ കരിയർ മറ്റൊരു ട്രാക്കിലേക്കാണ് തിരിഞ്ഞത്. ഇതിൽ ആദ്യത്തെ വീഴ്ച ഹേ റാമിലൂടെയായിരുന്നു. സാമ്പത്തികമായി ചിത്രം പരാജയപ്പെട്ടിരുന്നെങ്കിലും ഹേ റാം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മറ്റൊരു പരാജയം വലിയ ഹൈപ്പോടെ എത്തിയ ആളവന്താനായിരുന്നു. തീർന്നില്ല, വലിയ മുതൽ മുടക്കിലെത്തിയ അൻപേശിവവും ബോക്സ് ഓഫീസിൽ വീണു. ഇടയ്ക്ക് തെന്നാലിയുടെ വിജയമാണ് ആശ്വാസമായത്. 40 കോടിയാണ് തെന്നാലി വാരിയത്. 2008-ൽ ആ അത്ഭുതം സംഭവിച്ചു. കമൽഹാസൻ എന്ന ലെജൻഡ് ആരാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ദശാവതാരവുമായി എത്തി. അത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായി. കാനഡയിൽ വാൾട്ട് ഡിസ്നിയാണ് ചിത്രത്തിൻ്റെ വിതരണം നടത്തിയത്. വാൾട്ട് ഡിസ്നി വിതരണം ചെയ്യുന്ന ആദ്യ തമിഴ് സിനിമയായിരുന്നു ഇത്. 200 കോടിക്ക് മുകളിലാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ദശാവതാരം വാരിയത്. ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും കമൽഹാസൻ തന്നെയായിരുന്നു. 2010-ന് ശേഷം താരത്തിൻ്റെ കരിയർ ഗ്രാഫ് കുത്തനെ താഴേക്ക് പോയി. അഭിനയിക്കുന്ന ചിത്രങ്ങളുടെ എണ്ണം കുറച്ചു. ഉത്തമ വില്ലനും മന്മഥൻ അമ്പുമൊക്കെ ബോക്സ് ഓഫീസിൽ മുന്നേറ്റം ഉണ്ടാക്കിയില്ല. എന്നാൽ ആ സമയത്ത് ആശ്വാസമായത് സംവിധായക കുപ്പായം അണിഞ്ഞെത്തിയ വിശ്വരൂപമായിരുന്നു. ബോക്സ് ഓഫീസിനെ ഇളക്കിമറിച്ചു ചിത്രം. എന്നാൽ രണ്ടാം ഭാഗത്തിൽ വീണ്ടും കൈപ്പൊള്ളി. പിന്നെ കമലിനെ കണ്ടില്ല. പിന്നെ ഒരു തിരിച്ചുവരവുണ്ടാകുന്നത് ലോകേഷിൻ്റെ വിക്രമിലൂടെയാണ്. ആ വരവ് ഒന്നൊന്നര വരവായിരുന്നു. ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ കുലുക്കിയ വരവ്. ഇനി സേനാപതിയുടെ രണ്ടാം വരവാണ്. സിനിമാ കഥയേക്കാൾ വെല്ലുന്നതാണ് കമലിൻ്റെ വ്യക്തിജീവിതവും. വിവാഹങ്ങളും ഡിവോഴ്സും ഗോസിപ്പുകളും നിറഞ്ഞൊരു ജീവിതം. കരിയറിൻ്റെ ആദ്യകാലങ്ങളിൽ നടി ശ്രീവിദ്യയോടൊപ്പം നിരവധി തമിഴ് മലയാള സിനിമകളിൽ കമൽ അഭിനയിച്ചിട്ടുണ്ട്. 1970-കളിൽ ഇരുവരുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകൾ നിരന്തരമുണ്ടായ സമയമായിരുന്നു. 2008-ൽ പുറത്തിറങ്ങിയ മലയാള സിനിമയായ തിരക്കഥ എന്ന ചിത്രം ഇരുവരുടെയും കഥയുമായി സാമ്യമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 2006-ൽ അന്തരിച്ച ശ്രീവിദ്യയെ കമൽ അവരുടെ അവസാന നാളുകളിൽ സന്ദർശിച്ചിരുന്നു. 1978-ൽ തൻ്റെ 24-ാം വയസ്സിൽ തന്നേക്കാൾ പ്രായമുള്ള നർത്തകി വാണി ഗണപതിയെ കമൽഹാസൻ വിവാഹം കഴിച്ചു. അവർ പിന്നീട് കമലിൻ്റെ സിനിമകളുടെ ഔദ്യോഗിക കോസ്റ്റ്യൂം ഡിസൈനറായി മാറി. ഇതിനിടക്കാണ് നടി സരികയുമായി കമൽ അടുക്കുന്നത്. അതോടെ വാണിയുമായുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടായി. അങ്ങനെ 10 വർഷം നീണ്ട ദാമ്പത്യം അവിടെ അവസാനിച്ചു. കമലും സരികയും 1988 മുതൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ഇവർക്ക് ശ്രുതി ഹാസൻ, അക്ഷര ഹാസൻ എന്നിങ്ങനെ 2 പെൺകുട്ടികളുണ്ടായി. അക്ഷര ഉണ്ടായതിനു ശേഷമാണ് കമൽ സരികയെ വിവാഹം കഴിക്കുന്നത് തന്നെ. സരികയും കമലിൻ്റെ സിനിമകളിൽ കോസ്റ്റ്യൂം ഡിസൈനറായി അക്കാലയളവിൽ പ്രവർത്തിച്ചു. ഹേ റാമിൻ്റെ വസ്ത്രാലങ്കാരം സരികയായിരുന്നു. എന്നാൽ 2002-ൽ വിവാഹമോചനത്തിനായി ഇരുവരും അപേക്ഷ നൽകി. നടപടിക്രമങ്ങൾക്കൊടുവിൽ 2004-ൽ ഇവർ വേർപിരിഞ്ഞു. ഇതിന് കാരണമായി അന്ന് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞത് കമലിന് സിമ്രാനുമായുള്ള ബന്ധമായിരുന്നു. എന്നാൽ ഈ വാർത്തയ്ക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 2003 അവസാനത്തോടെ സിമ്രാൻ തൻ്റെ ബാല്യകാല സുഹൃത്തിനെ വിവാഹം കഴിച്ചു. മുൻ നടി ഗൗതമിക്കൊപ്പമാണ് കമൽ പിന്നീട് ഒരുമിച്ച് താമസിച്ചിരുന്നത്. 80-കളുടെ അവസാനത്തിലും 90-കളുടെ തുടക്കത്തിലും ഇരുവരും നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. രോഗാതുരമായ ഗൗതമിയുടെ അവസ്ഥയിൽ കമലാണ് സഹായവുമായി എത്തിയിരുന്നത്. എന്നാൽ 2005-ൽ തുടങ്ങിയ ഈ ബന്ധവും 2016-ൽ അവസാനിച്ചു. ഇന്ത്യൻ സിനിമയുടെ ചരിത്രം അയാളിലൂടെ കൂടിയാണ് എഴുതപ്പെടുക. ഉടലാകെ അഭിനയിക്കുന്നയാൾ, സാങ്കേതിക വിദ്യകളെ സിനിമയ്ക്കൊപ്പം ചേർത്ത് കെട്ടിയയാൾ, സിനിമയുടെ സർവ്വമേഖലയിലും കൈവച്ച് കഴിവ് തെളിയിച്ചയാൾ. അതായത് കമൽ സമം സിനിമ എന്ന് ചുരുക്കം.